ഈ പറയുന്ന കമ്പനിയും സെയിൽസ് ഏജന്റുമാരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഒരേപോലത്തെ ബാഗ് ഈ 14 ജില്ലകളിലെയും കുട്ടികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ബാഗുകളൊക്കെ ഒരുപോലെ തന്നെ സെയിം. ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു, ഈ സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നു. ഒരേപോലത്തെ ബാഗുകൾ കേരളത്തിലെ 14 ജില്ലകളിലും എങ്ങനെ കിട്ടുന്നു? ഇവർ തന്നെയാണ്. ഞാൻ തന്നെ കമ്പനിയുടെ വണ്ടി വരുമ്പോൾ ഞാൻ അതിൽ നിന്ന് ബാഗ് എടുത്തിട്ടുണ്ട് ഒത്തിരി തവണ. അതുപോലെ ഇതേപോലെ ഇപ്പോൾ എറണാകുളത്ത് ഒരു പട്ടിയെ പോലെ നടത്തിച്ചു എന്നൊരു സംഭവം ഉണ്ടായി. അതേപോലെ ഒരു വിഷ്വൽ കാസർഗോഡ് നിന്ന് വന്നു. ഈ കാസർഗോഡും എറണാകുളത്തും സിമിലർ ആയിട്ടൊരു സംഭവം നടക്കണമെങ്കിൽ ഇതിന്റെ മിഡിലായിട്ട് ഒരാൾ വേണ്ടേ? ശിക്ഷാ രീതികളൊക്കെ ഒരുപോലെ. ഇപ്പോ ഒരുപാട് വ്യക്തികൾ ഇപ്പൊ പ്രതികരിക്കാനായിട്ട് വന്നു, വീഡിയോസും പല ന്യൂസിലൊക്കെ വരുന്നത്. എല്ലാവരും പറയുന്ന കമ്പനിയുടെ സിസ്റ്റം ഒന്നാണ്. ഈ അസിസ്റ്റന്റ് മാനേജർ, സീനിയർ മാനേജർ, ഇൻചാർജ് മാനേജർ എന്ന് പല സെക്ഷനുകൾ പറയുന്നത്. എല്ലാവരും ഒരേ കഥയല്ലേ പറയുന്നത്? ഇപ്പൊ ഒരാൾ വന്ന് പാലക്കാട് നിന്നാണ് പ്രതികരിക്കുന്നെങ്കിൽ ഒരുത്തൻ തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതികരിക്കുന്നത്. എല്ലാവരും ഒരേ കാര്യം എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ ഈ പറയുന്ന കമ്പനി ഇവരും തമ്മിൽ ബന്ധമില്ലെങ്കിൽ ഈ പ്രതികരിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയല്ലേ? സാലറി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സിസ്റ്റം, പണിഷ്മെന്റ് ഉണ്ട്, എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് ഉണ്ടാക്കിയത് ഈ പറയുന്ന ഈ ഒരു കമ്പനി തന്നെയാണ്.